വെൽക്കം ബാക്ക് എംപവർ ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം. നമ്മുടെ ഇംഗ്ലീഷ് വിഭാഗത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഏരിയ ആണ് ഫ്രേസൽ വെർബ്സ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ചില സ്പെല്ലിംഗ് ചെക്കും വരുന്നുണ്ട്. അപ്പോൾ പരീക്ഷകളിൽ ഇന്നോളം ചോദിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ളവ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. എങ്ങനെയാണ് അവയുമായി ബന്ധപ്പെടുത്തിയുള്ള ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്, ഏതൊക്കെ രീതിയിൽ നമുക്കത് കണ്ടുപിടിച്ച് ഉത്തരങ്ങൾ കൊടുക്കാൻ സാധിക്കുമെന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. വെർബ്സ് എന്നുള്ളത് നിങ്ങൾക്കറിയാം, ക്രിയകൾ എന്ന് പറയുന്നത് അറിയാം അല്ലേ. വെർബ് എന്ന് പറയുന്നത് ക്രിയയാണ്. അപ്പോൾ ആ ഒരു വെർബിനോടൊപ്പം പർട്ടിക്കുലർ ആയിട്ട് എന്തെങ്കിലും ഒരു സാധനം ആഡ് ചെയ്ത് കൊടുത്ത് ഒരു അർത്ഥവത്തായ ഒരു സംഗതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രേസൽ വെർബ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഉദാഹരണം നോക്കിയേ, ആദ്യ പേജിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഉദാഹരണമായിട്ട് എഗ്രി. എഗ്രി എന്ന് പറയുന്നത് ഒരു വെർബാണ്. അതിനെ ഒരു ഫ്രേസൽ വെർബ് ആക്കിക്കൊണ്ട് ഒരു അർത്ഥവത്തായ രൂപത്തിലേക്ക് മാറ്റാൻ സഹായിക്കുന്നത് മറ്റ് ചില ആളുകളാണ്. വിത്ത്, ഓൺ, ടു, ഫോർ, ഇൻ തുടങ്ങിയുള്ള ആളുകൾ ചേരുമ്പോഴാണ് അതിന് അർത്ഥവത്തായ മറ്റൊരു തലത്തിലേക്ക് അത് സഞ്ചരിക്കുന്നത്. അപ്പോൾ എഗ്രി വച്ചുള്ള ഫ്രേസൽ വെർബ്സിൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. എഗ്രി വിത്ത്, അതായത് നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയോട്, എഗ്രി എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, എഗ്രി ഞങ്ങളത് എഗ്രി ചെയ്യുന്നു, അനുകൂലിക്കുന്നു എന്ന അർത്ഥത്തോടു കൂടിയാണ്. എഗ്രി വിത്ത് എ പേഴ്സൺ, ഒരു വ്യക്തിയോട് നമ്മൾ എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എഗ്രി വിത്ത് യൂസ് ചെയ്യും. ഇനി എഗ്രി ഓൺ എ പോയിന്റ്, ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക്, ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് നമ്മൾ എഗ്രി ചെയ്യുന്നെങ്കിൽ അവിടെ എഗ്രിയോടൊപ്പം ഓൺ യൂസ് ചെയ്യണം. എഗ്രി ഓൺ എ പോയിന്റ്. ഇനി ആരുടെയെങ്കിലൊക്കെ കാഴ്ചപ്പാട്, അതിലേക്കാണ് നമ്മൾ എഗ്രി ചെയ്യുന്നതെങ്കിൽ എഗ്രി ടു വ്യൂസ് ആണ്. എഗ്രി ടു വ്യൂസ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ നമുക്ക് എഗ്രി വിത്ത് എ പേഴ്സൺ, എഗ്രി ഓൺ എ പോയിന്റ്, എഗ്രി ടു സംവൺ വ്യൂസ്. ഓക്കെ, അപ്പോൾ നമുക്ക് പരീക്ഷ ചോദ്യം ഏതാണെന്ന് നോക്കാലോ. അവിടെ നിങ്ങൾക്ക് ഉത്തരം ഇത് വെച്ചിട്ട് കൊടുക്കാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആഫ്റ്റർ മച്ച് ഡിസ്കഷൻ ദേ എഗ്രീഡ് ഡാഷ് ദ ടേംസ് ഓഫ് പാർട്ണർഷിപ്പ്. ശ്രദ്ധിക്കണം, ആഫ്റ്റർ മച്ച് ഡിസ്കഷൻ ദേ എഗ്രീഡ് ഡാഷ്, ഡാഷിന് ശേഷം എന്താ വന്നിരിക്കുന്നത് നോക്കണം. ദി ടേംസ് ഓഫ് പാർട്ണർഷിപ്പ് എന്നാണ് വന്നിരിക്കുന്നത്. ദി ടേംസ് ഓഫ് പാർട്ണർഷിപ്പ്, അത് പേഴ്സൺ ആണോ? അല്ല. പോയിന്റ് ആണോ? സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞു എഗ്രി ഓൺ എ പോയിന്റ് എന്നുള്ളതാണ്. എഗ്രി ഓൺ എ പോയിന്റ്, എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക്. ഇവിടെ ശ്രദ്ധിക്കണം, ടേംസ് ഓഫ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു കാഴ്ചപ്പാടല്ല, അതൊരു എഗ്രിമെന്റ് അതുപോലുള്ള എന്തെങ്കിലും ഒരു പോയിന്റിലേക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഒരു കാര്യത്തിലേക്കാണ് അത് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ എഗ്രി ടു ദി ടേംസ് ഓഫ് പാർട്ണർഷിപ്പ് എന്ന് പറയാൻ സാധിക്കും. ഇനി അടുത്ത് നോക്കിയേ, ഷീ എഗ്രീഡ് dash all my views, she agreed dash all my views but her father didn't. എഗ്രീഡിന് ശേഷം ഡാഷ് വന്നു. അവിടെ വിത്ത് ആണോ, ഓൺ ആണോ, ടു ആണോ ഉപയോഗിക്കേണ്ടത്? ഡാഷിന് ശേഷം വന്നിരിക്കുന്നത് നോക്കുക, ഓൾ മൈ വ്യൂസ്. നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരാളുടെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ മറ്റൊരാളുടെ കാഴ്ചപ്പാടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അനുകൂലിക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ എഗ്രി ഓൺ ആണ് കേട്ടോ, എഗ്രി ഓൺ. എന്താണ്, എഗ്രി ടു ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. ഷീ എഗ്രി ടു ഓൾ മൈ വ്യൂസ് ബട്ട് ഹർ ഫാദർ ഡിഡിൻ എന്നുള്ളതാണ്. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് എഗ്രി ചെയ്യുന്നു എങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം എന്താ, ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ പേരോ അല്ലെങ്കിൽ പേരിന് പകരം മറ്റൊരു പ്രോനോൺ എന്ന് പറയുമ്പോൾ എന്താണ്, ഹിം എന്നോ ഹെർ എന്നോ യു എന്നോ ഒക്കെ ചേർന്ന് വരും. അവിടെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എഗ്രി വിത്ത് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, ശ്രദ്ധിക്കണം. എഗ്രി വിത്ത് സംബഡി, സംവൺ, എഗ്രി വിത്ത് അരുൺ, എഗ്രി വിത്ത് ഹിം, എഗ്രി വിത്ത് ഹർ, എഗ്രി ഓൺ എ പോയിന്റ്, എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക്, എഗ്രീഡ് ഓൺ ടേംസ് ഓഫ് പാർട്ണർഷിപ്പ്. ഓക്കെ, എഗ്രീഡ് ഓൺ ആൻ എഗ്രിമെന്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇനി ആരുടെയെങ്കിലും ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ വ്യൂസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എഗ്രീഡ് ടു വ്യൂസ്, എഗ്രീഡ് ടു ഓൾ മൈ വ്യൂസ്, എഗ്രീഡ് ടു ഹിസ് വ്യൂസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എഗ്രിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ. ഇനി നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
റൺ റണ്ണ് ചേർന്ന് വന്ന് ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ. ഇത് എന്താ പറയുക, വിവിധ മത്സര പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളവ ഒരുമിച്ച് ക്രോഡീകരിച്ച് കൊണ്ടുവന്നിട്ടുള്ളതാണ്. റൺ ത്രൂ എന്ന് പറഞ്ഞാൽ വേസ്റ്റ് മണി, അതായത് കാശ് വേസ്റ്റ് ആക്കുക എന്ന അർത്ഥത്തോടു കൂടി. ഒരു എക്സാമ്പിൾ നോക്കിയേ. ഇറ്റ് ഈസ് എ പിറ്റി ദാറ്റ് ഹി ഹാസ് റൺ ത്രൂ ഹിസ് ഫോർച്യൂൺ ഓവർ ഗാംബ്ലിംഗ് ആൻഡ് ഡ്രിങ്കിങ്. അതായത് ഫോർച്യൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്താണ് അല്ലേ. അപ്പോൾ ഗാംബ്ലിംഗ് അതുപോലെ തന്നെ കുടിയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ മണിയെല്ലാം വേസ്റ്റ് ചെയ്തു എന്ന അർത്ഥത്തോടു കൂടി മണി വേസ്റ്റിനാണ് ഈ ഫ്രേസൽ വെർബ് അർത്ഥം കൊടുക്കുന്നത്. റൺ ത്രൂ വേസ്റ്റ് മണി. ഇനി റൺ ഇൻ ടു എന്ന് പറഞ്ഞാൽ കം അക്രോസ് അല്ലെങ്കിൽ മീറ്റ് ബൈ ചാൻസ്. അതായത് നമ്മൾ ഒരു മനഃപൂർവ്വമല്ലാതെ നമ്മൾ വഴി കൂടെ നടന്നു പോവുകയാണ്, പെട്ടെന്ന് നമ്മുടെ ഒരു സുഹൃത്തിനെ കണ്ടു അല്ലേ. അപ്പോൾ നമ്മൾ പറയും മെറ്റ് ബൈ ചാൻസ്, ഒരു പെട്ടെന്ന് ഒരു ചാൻസിൽ കണ്ടു, കാലങ്ങൾക്ക് ശേഷം കണ്ടു എന്ന അർത്ഥത്തോടു കൂടി. അല്ലെങ്കിൽ കം അക്രോസ്. നോക്കാം. വൈ വാക്കിംഗ് അലോങ് ദ റോഡ് സൈഡ് ഐ റാൻ ഇൻ ടു മൈ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്. അപ്പം റാൻ ഇൻ ടു എന്ന് പറയുമ്പോഴേക്കും റണ്ണിന്റെ പാസ്റ്റ് ആണ് റാൻ. അപ്പൊ ഇത് ഒരു പാസ്റ്റ് സെന്റൻസിൽ വരുന്നോണ്ടാണ് കേട്ടോ റാൻ. അപ്പൊ റൺ ഇൻ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്, റൺ ഇൻ ടു മീറ്റ് ബൈ ചാൻസ്. അപ്പോൾ റാൻ ഇൻ ടു മെറ്റ് ബൈ ചാൻസ് അല്ലെങ്കിൽ കെയിം അക്രോസ് എന്ന അർത്ഥമാണ് അവിടെ വന്നിട്ടുള്ളത്. ഇനി റൺ ആഫ്റ്റർ, പെർസ്യൂ അഥവാ ഹാങ്കർ ആഫ്റ്റർ. അതായത് ഹാങ്കർ ആഫ്റ്റർ ഒരു പരീക്ഷാ ചോദ്യമാണ്. ഹാങ്കർ ആഫ്റ്റർ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ടത് നമുക്ക് നമ്മുടെ കൈവശം ഇല്ലാത്ത ഒരു കാര്യം. ഫോർ എക്സാമ്പിൾ, നമുക്ക് അധികം പണമൊന്നുമില്ല, നമ്മൾ ലക്ഷപ്രഭു അല്ല, നമ്മൾ കോടീശ്വരനല്ല, കോടികളും ഒക്കെ നമ്മൾ സ്വപ്നം കണ്ട് അത് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുക. നമ്മുടെ കയ്യിൽ ഇല്ലാത്തൊരു സാധനത്തെ നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുക, ആക്രാന്തത്തോടു കൂടി ആഗ്രഹിക്കുക അല്ലെ. അതാണ് എന്തെന്ന് പറയുന്നത് ഹാങ്കർ ആഫ്റ്റർ അഥവാ പെർസ്യൂ. ഇവിടെ റൺ ആഫ്റ്റർ എന്ന് പറയുന്ന വാക്കോട് കൂടി. പെർസ്യൂ എന്ന് പറഞ്ഞാൽ പിന്തുടരുക എന്ന അർത്ഥമാണ്. പെർസ്യൂ ആഫ്റ്റർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പെർസ്യൂ എന്ന് പറഞ്ഞാൽ പിന്തുടരുക എന്ന അർത്ഥത്തോടു കൂടിയാണ്. ഓക്കെ. പക്ഷെ ഹാങ്കർ ആഫ്റ്റർ എന്ന് പറയുമ്പോൾ അവിടെ യഥാർത്ഥ മീനിങ് വരികയാണ്. നമ്മുടെ കൈവശമില്ലാത്ത എന്തിനോ വേണ്ടി നമ്മൾ ഭയങ്കര അത്യാഗ്രഹമായിട്ട് നമ്മൾ ഇങ്ങനെ നിലനിൽക്കുന്നു എന്ന അർത്ഥമാണ്. വി ഷുഡൻറ്റ് റൺ ആഫ്റ്റർ മണി, അവിടെ അർത്ഥം വന്നു കഴിഞ്ഞു. ഇനി റൺ ഡൗൺ എന്ന് പറഞ്ഞാൽ ക്രിട്ടിസൈസ് ആണ്, വിമർശിക്കുക. അല്ലെങ്കിൽ മറ്റൊരു രണ്ട് അർത്ഥം വരുന്നുണ്ട് ഇവിടെ. ഇത് രണ്ടും പരീക്ഷാ ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. റൺ ഡൗണിന് രണ്ട് അർത്ഥമുണ്ട്. ഇപ്പോൾ റൺ ഇൻ ടു മീറ്റ് ബൈ ചാൻസ് നമ്മൾ പഠിച്ചു, റൺ ആഫ്റ്റർ പെർസ്യൂ. ഇനി റൺ ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന വ്യക്തി പെട്ടെന്ന് ക്ഷീണിച്ച് താഴെ വന്ന് വീണു എന്ന് വിചാരിക്കാം. സ്വാഭാവികമായിട്ടും കോച്ച് വിമർശിക്കും. ആക്ച്വലി അവൻ്റെ ഒരു പുവർ ഹെൽത്ത്, അവന് ആ ഹെൽത്ത് ഓക്കെ അല്ലാത്തതുകൊണ്ടാണ് അവൻ വന്ന് വീണ്. റൺ ഡൗൺ എന്ന അർത്ഥം. അപ്പോൾ അങ്ങനെ ചിന്തിക്കാം കേട്ടോ. നമ്മൾ ഇത് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഥ പറഞ്ഞത്. റൺ ഡൗൺ എന്ന് പറഞ്ഞാൽ ക്രിട്ടിസൈസ്, വിമർശിക്കുക. അതുപോലെ തന്നെ പുവർ ഹെൽത്തും വരുന്നുണ്ട്. ആസ് എ റിസൾട്ട് ഓഫ് ലോങ് ഇൽനസ് ഷീ ഹാസ് റൺ ഡൗൺ എ ലോട്ട്. ആ അർത്ഥം വന്നിട്ടുണ്ട്. റൺ ഡൗൺ പുവർ ഹെൽത്ത് ആണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി റൺ ഓവർ എന്ന് പറഞ്ഞാൽ ചതഞ്ഞഴിയുക. ദാറ്റ് മീൻസ് ക്രഷ് അണ്ടർ. എക്സാമ്പിൾ നോക്കാം. ഹി വാസ് റൺ ഓവർ ബൈ സ്പീഡിംഗ് കാർ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. എഗ്രി ചേർന്ന് എഗ്രി വിത്ത് എ പേഴ്സൺ, എഗ്രി ഓൺ എ പോയിന്റ്, എഗ്രി ടു വ്യൂസ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ റൺ ത്രൂ വേസ്റ്റ് മണി, റൺ ഇൻ ടു കം അക്രോസ് അഥവാ മീറ്റ് ബൈ ചാൻസ്, റൺ ആഫ്റ്റർ പെർസ്യൂ അഥവാ ഹാങ്കർ ആഫ്റ്റർ, റൺ ഡൗൺ ക്രിട്ടിസൈസ് അഥവാ പുവർ ഹെൽത്ത്, റൺ ഓവർ ക്രഷ് അണ്ടർ എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. ശരി, അങ്ങനെയാണെങ്കിൽ എക്സാംസിന് ചോദിച്ചിട്ടുള്ള ചില സ്പെൽ ചെക്കിലേക്ക് നമുക്ക് നോക്കാം. സ്പെല്ലിംഗ് ചെക്കാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ഇവിടെ നമ്മൾ ആദ്യത്തെ ഒരു സാധനം തന്നെ എടുത്തിരിക്കുന്ന കൊളോക്വൽ എന്നാണ് അല്ലേ. ജഗതി ശ്രീകുമാർ ഏതൊരു സിനിമയിൽ കൊളോക്വലി എന്നൊക്കെ പറഞ്ഞിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കൊളോക്വൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഇൻഫോർമൽ. ദാറ്റ് മീൻസ് നോട്ട് ഫോർമൽ. നമ്മൾ ഭയങ്കര ഫോർമലായിട്ട് സംസാരിക്കുമ്പോഴും ഒരു ഇൻഫോർമലായിട്ട് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം. ഫോർമലായിട്ട് നമ്മൾ കുറച്ച് മനസ്സിലൊക്കെ പിടിച്ച് ഇൻഫോർമൽ ആകുമ്പോൾ നമ്മൾ കൂട്ടായ്മടുത്ത് ഡാ പോടാ എടാ ചീത്തൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന രീതിയുണ്ടല്ലോ, ഇൻഫോർമൽ. അപ്പോൾ കൊളോക്വൽ എന്ന് പറഞ്ഞാൽ ഇൻഫോർമൽ എന്നാണ് അർത്ഥം. ഇവിടെ ശരിക്കും നമ്മൾ ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ അമേരിക്കൻ ഇംഗ്ലീഷും ബ്രിട്ടീഷ് ഇംഗ്ലീഷും തമ്മിൽ പ്രൊനൗൺസിയേഷൻ്റെ കാര്യത്തിലും വ്യത്യാസം വരുന്നുണ്ട്, ചില സ്പെല്ലിങ്ങിൻ്റെ കാര്യത്തിലും വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന പ്രൊനൗൺസിയേഷനും സ്പെല്ലിങ്ങും എല്ലാം ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ്.
അത് മാത്രമല്ല ഏറ്റവും പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഇംഗ്ലീഷിലുള്ള പ്രൊനൗൺസിയേഷൻ ഞാനിവിടെ ചെറുതായിട്ടൊന്ന് പറയുന്നതേ ഉള്ളൂ. ബട്ട് നമ്മൾ മലയാളികൾ എന്ത് ചെയ്യണ്ട, അങ്ങനെ പ്രൊനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഉത്തരം കിട്ടത്തില്ല. നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ തന്നെ പ്രൊനൗൺസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നോക്കാം. കൊളോക്യുവൽ. അവിടെ കൊളോക്യുവൽ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ 2 L ഉണ്ട്. കൊളോക്യൽ 2 L ഉണ്ട്. ഓക്കെ, അതുണ്ടോന്നുണ്ടെങ്കിൽ കൊളോക്യൽ എന്ന് പറഞ്ഞ് ഒന്ന് എഴുതി നോക്കിയേ. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആയി. ഇനി QUIAL. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട തെറ്റ് എവിടെയാണ് വരുന്നത്? 2 L അല്ലെങ്കിൽ 1 L കാര്യത്തിൽ മാത്രമേ ചോദ്യകർത്താവ് നമുക്ക് അവിടെ പണി തരത്തുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും നമുക്ക് പണി തരത്തില്ല. കൊളോക്യുവൽ അവിടെ തന്നെ വന്നു. QU. ആരും QAU എന്നുള്ള കാര്യം യൂസ് ചെയ്യത്തില്ല എന്നുള്ളത് എനിക്കറിയാം. കാരണം ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ പോലും QUE എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ QUവിന് ശേഷം IAL. പിന്നെ IAL കൂടെ ഒന്ന് ജസ്റ്റ് രണ്ടാമത് ഞാൻ എൻ്റെ മനസ്സ് പറഞ്ഞാണ്. ചിലപ്പോൾ ചില ചോദ്യകർത്താവ് AIL എന്ന് പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് പണി വരും. അപ്പോൾ കൊളോക്യുവൽ എന്ന് പറയുമ്പോൾ 2 L ശ്രദ്ധിക്കണം. ഇനി യു കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കണം, AIAL അല്ല, IAL ആണ്. ഓക്കെ, ഇത് രണ്ടും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, നമുക്ക് അവിടെ ഉത്തരം കിട്ടും. ഇനി അക്കോമഡേറ്റ്. നീ ഒന്ന് അക്കോമഡേറ്റ് ചെയ്യയുടെ, ഏളം കൂടി ഒന്ന് അക്കോമഡേറ്റ് ചെയ്യും എന്ന അർത്ഥത്തോടു കൂടി നമ്മൾ പറയാറില്ലേ? ഓക്കെ, അതായത് അക്കോമഡേറ്റിൽ 2 Cയും 2 Mഉം ഉണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതായത് 2 Cയും 2 Mഉം. നമ്മൾ തെറ്റ് വരുത്തുന്നതും അക്കോമഡേറ്റ് എന്ന് പറയുമ്പോൾ അക്കോർഡിംഗ് ടു എന്ന് പറയുമ്പോഴേക്കും നമ്മൾ 2 C പറയുന്നുണ്ട്. പക്ഷെ അക്കോമഡേറ്റിൽ 2 M ഉള്ള കാര്യം നമ്മൾ വിട്ടുപോകും. അതവിടെ ശ്രദ്ധിക്കണം. ഇനി ഫാരനീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റേ കെൽവിൻ, സെൽഷ്യസ്, അതേപോലെ ഒരു യൂണിറ്റാണ് ഫാരനീറ്റ്. നമ്മൾ ഇങ്ങനെ കൊടുക്കും. ഫാരനീറ്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു യൂണിറ്റ് കൊടുക്കുന്നുണ്ട്. അവിടെ ഫാരനീറ്റിന്റെ കാര്യത്തിൽ നമ്മൾ അവസാനം വരുന്നത് IT ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കണം. IT, അതായത് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് ഫാരനീറ്റ്, പക്ഷെ ഫഹറൻ ഹീറ്റ് എന്ന് തന്നെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യണം. യഥാർത്ഥ പ്രൊനൗൺസിയേഷനിൽ പോയാൽ നമുക്ക് ഉത്തരം കിട്ടത്തില്ല. ഫഹറൻ. അപ്പോൾ കിട്ടി ഫഹറൻ. ഹീറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്ന ആദ്യം ഇതാണ്. ഇത് തെറ്റാ. അതിന് പേര് എന്താ? HEAT അല്ല, IT ആണ്. ആ IT ആണ് ഞാനിവിടെ നോട്ട് ചെയ്തിരിക്കുന്നത്. ഇറ്റ്, ഫഹറൻ ഹി ഇറ്റ് എന്ന് തന്നെ നിങ്ങൾ പഠിക്കണം. എന്താണ്? അങ്ങനെ തന്നെ നിങ്ങൾ എഴുതി പഠിക്കണം. ഫഹറൻ ഹി ഇറ്റ്, ഫാരനീറ്റ്. ഇനി വാക്വം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാക്വം നമ്മൾ ഫിസിക്സിലൊക്കെ പഠിക്കുന്നതാണ് വാക്വം എന്ന് പറയുന്നത്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 1 Cയും 2 Uമാണ്. പലപ്പോഴും നമുക്ക് തെറ്റ് പറ്റുന്നത് ഇങ്ങനെ എഴുതാറുണ്ട്. 2 Cയും 1 Uവും വെച്ച് എഴുതാറുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 1 Cയും 2 Uവും വെച്ച് എഴുതിയാൽ മതി. ഓക്കെ, വാക്വം. ഇനി ട്രാങ്കുലിറ്റി. അമേരിക്കൻ ഇംഗ്ലീഷിൽ ട്രാങ്കുലിറ്റിയിൽ 1 L ഉള്ളൂ. പക്ഷെ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ട്രാങ്കുലിറ്റിക്ക് 2 L ഉണ്ട്. ട്രാങ്കുലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാന്തത എന്നുള്ളതാണ്. പീസ്ഫുൾ, ശാന്തത. അപ്പോൾ ഇവിടെ ട്രാങ്കുലിറ്റി 2 L യൂസ് ചെയ്യണം കേട്ടോ. ട്രാങ്കുലിറ്റി 2 L യൂസ് ചെയ്യണം. ഇത് ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ 2 L, അമേരിക്കൻ ഇംഗ്ലീഷിൽ 1 L. ട്രാങ്കുലിറ്റി എന്ന് പറഞ്ഞാൽ ശാന്തത. ഇനി റിസീവ്, കൺസീവ്. അതായത് നമ്മൾ ഓൾറെഡി ഞാൻ മുന്നേയൊക്കെ ഉള്ള ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. IEയും അതുപോലെ തന്നെ EIയും വരുന്ന സ്പെല്ലിംഗ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? EI വരുന്നത് ഏതാണ്? EI റിസീവ്. നമ്മളൊരു സാധനം റിസീവ് ചെയ്യുന്നു. നമ്മളൊരു സാധനം വാങ്ങിച്ചിട്ട് അതിൻ്റെ റിസീപ്റ്റ് വാങ്ങുന്നു. അവിടെയെല്ലാം എന്താണ്? EI ആണ്. റിസീവ്, റിസീപ്റ്റ്, EI ആണ്. നമ്മുടെ മേലെ സീലിംഗ് ഫാൻ, EI ആണ്. അവിടെയും EI ആണ്. ഇനി കൺസീവ് ചെയ്യുക എന്ന് പറയാറുണ്ട് പെൺകുട്ടികളുടെ കാര്യത്തിൽ. കൺസീവ്, ഗർഭം ധരിക്കുക, കൺസീവ്, EI ആണ്. EI. അതുപോലെ തന്നെ ഡിസീറ്റ്, അതായത് ചതി എന്ന അർത്ഥത്തോടു കൂടി ഡിസീറ്റ്, അവിടെയും എന്താണ്? EI ആണ് കയറി വരുന്നത്. ഓക്കെ,
അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കണം. ഈ ഐ കയറി വരുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടാണ് വരുന്ന കാര്യങ്ങൾ. വരുന്ന കാര്യങ്ങളിൽ അച്ചീവ് ആണ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത്. അച്ചീവ് ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് അറിയാം ചേർന്ന് വരുന്ന ഏതൊക്കെയാണ്? ബിലീഫ്, തീഫ്, അല്ലെ, പ്രീസ്റ്റ്, ഇതെല്ലാം ചേർന്നല്ലേ വരുന്നത്? ആണോ അല്ലയോ? നമ്മുടെ ലാപ്ടോപ്പിൽ നിന്ന് ഒരു സാധനം നഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ പറയും അയ്യോ അത് വീണ്ടെടുക്കണം എന്ന് പറഞ്ഞാൽ റിട്രീവ് എന്നുള്ളതാണ്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ആണ്. ഇനി ശുചിത്വം, ഹൈജീൻ, അവിടെയും യൂസ് ചെയ്യുന്നത് ആണ്. ആണോ അല്ലയോ? ആണ്. ബ്രീഫ്, വളരെ നീ ഭയങ്കര വലുതാക്കി പറയാതെ ബ്രീഫാക്കി പറയടേ, അവിടെയും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ അവിടെ ശ്രദ്ധിക്കണം, വളരെ വളരെ ശ്രദ്ധിക്കണം. ഇനി ഒരു റിലീഫ്, നമുക്കത് പെയിൻ വന്നു, ആ പെയിനിൽ നിന്നും ഒരു അല്ലെങ്കിൽ ഒരു റിലീഫ് വേണം എന്ന് നമ്മൾ പറയാറില്ലേ? ഇത് വോളിനി അടിച്ചപ്പോൾ ഒരു റിലീഫ് ഉണ്ട് കേട്ടോ. റിലീഫ് ഉണ്ട്, ഒരു ആശ്വാസം, അല്ലെങ്കിൽ ആശ്വാസത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേർഡാണ് റിലീഫ്. അവിടെയും ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ച് തന്നെ പോകണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണ്. ഇനി വിവിധ പരീക്ഷകളിലായിട്ട് ചോദിച്ചിട്ടുള്ള ചില ഫ്രേസൽ വെബ്സ് നോക്കാം. അത്ര യൂഷ്വൽ ആയിട്ടല്ലാതെ ചോദിച്ചിട്ടുള്ളത് അക്കിൻ ടു അഥവാ അനാലോഗസ് ടു എന്ന് പറഞ്ഞാൽ സിമിലർ ടു എന്ന അർത്ഥമാണ് കേട്ടോ. അക്കിൻ ടു അഥവാ അനാലോഗസ് ടു, സിമിലർ ടു. ഇനി കോപ്പ് വിത്ത് നിരവധി തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കോപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യുക എന്ന അർത്ഥമാണ് അവിടെ വരുന്നത്. ടു മാനേജ് വർക്ക്. ജംപ് അറ്റ്, അതായത് നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് നമുക്കൊരു ജോലി കിട്ടി, ജംപ് അറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ വേർഡ് യൂസ് ചെയ്യും. ജംപ് അറ്റ്, അതായത് നമ്മൾ പെട്ടെന്ന് അത് വളരെ സന്തോഷത്തോടു കൂടി അംഗീകരിച്ചു എന്ന അർത്ഥമാണ് അവിടെ വരുന്നത്. ഇനി അപ്രൈസ് ഓഫ് ഹിം, അതായത് അവനെ ഇൻഫോം ചെയ്തിട്ടുണ്ട് എന്ന അർത്ഥത്തോടു കൂടി. അതായത് അപ്രൈസ് ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻഫോം എന്നാണ്. ഓക്കെ, ഇനി അക്കസ്റ്റംഡ് ടു, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അക്കസ്റ്റംഡ് വളരെ ശ്രദ്ധിക്കണം. നമ്മൾ അക്കോമഡേറ്റിൽ പഠിച്ചതുപോലെ അക്കോർഡിംഗിൽ ഉള്ളതുപോലെ 2 C ആണ് ഇവിടെ വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അക്കസ്റ്റംഡ് ടു, ഈ പറയുന്ന PSC എന്നല്ല, SSC പോലുള്ള സെൻട്രൽ ലെവൽ എക്സാം എന്നല്ല, എല്ലാ പരീക്ഷാ ചോദ്യപേപ്പറിലും ഞാൻ കണ്ടിട്ടുണ്ട് അക്കസ്റ്റംഡ് ടു എന്ന് പറഞ്ഞാൽ ശീലിച്ച എന്ന അർത്ഥത്തോടു കൂടിയാണ്. അതായത് നമ്മൾ ബി യൂസ്ഡ് ടു എന്നൊക്കെ, ഞാനത് യൂസ്ഡ് ടു ആയി. കാരണം വീട്ടമ്മമാരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് കേട്ട് ഞാനങ്ങ് യൂസ്ഡ് ആയി. ഇപ്പോൾ എനിക്കത് പുതുമയൊന്നും തോന്നുന്നില്ല. ലൈക്ക് വാട്ട്, എന്താണ് പുതുമയൊന്നും തോന്നുന്നില്ല? അത് യൂഷ്വലായി, ഓഫൺ, എപ്പോഴും ഉണ്ടാവുന്ന ഒരിതാണ്. വല്ലപ്പോഴും അല്ല, എപ്പോഴും ഓഫൺ ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഉണ്ടാകുമ്പോൾ വളരെ സർപ്രൈസിങ് അല്ലാത്ത യൂഷ്വൽ ആയിട്ടുള്ള ഒരു കാര്യമായി മാറി, ശീലിച്ചു എന്ന അർത്ഥത്തോടു കൂടിയാണ് അക്കസ്റ്റംഡ് ടു. വൈൻഡ് അപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗജനിയിൽ സൂര്യ പറയുന്ന ഒരു ഇതുണ്ട് അല്ലേ, സൂര്യ ബിസിനസ് മാൻ ആണ്, പെട്ടെന്ന് ലെറ്റ്സ് വൈൻഡ് അപ്പ് എന്ന് പറഞ്ഞിട്ട് നേരെ ലാപ്ടോപ്പും അടച്ചിട്ട് നേരെ അസിനെ കാണാൻ പോകുന്നൊരു ഉണ്ട്. ആ വൈൻഡ് അപ്പ് അവിടെയാണ് എനിക്ക് തോന്നുന്നു, ഞാൻ അവിടെയാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് ആ വൈൻഡ് അപ്പ് എന്ന് പറയുന്ന വാക്ക് കേൾക്കുന്നത്. അതിന് മുന്നേ വിൻഡ് എന്നുള്ള വാക്കേ ഞാൻ കേട്ടിട്ടുള്ളൂ. അപ്പോൾ അവിടെ അന്ന് ആ സിനിമയിലൂടെയാണ് നമ്മളിത് വൈൻഡ് അപ്പ്, പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്ന ഒരു വാക്കാണ്. നമ്മളത് ഓർത്തിരിക്കണമെങ്കിൽ അത്രമാത്രം ആ സിനിമ നമ്മുടെ ഒരു ഇതിൽ ഇതായി കാണും അല്ലേ. വൈൻഡ് അപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുക. ഇനി അലൈവ് ടു, അവെയർ ഓഫ്, ഒരു കാര്യത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യത്തെക്കുറിച്ചുള്ള അറിവ് എന്നുള്ള അർത്ഥം. സീക്വൽ ടു ആസ് എ റിസൾട്ട്. ഓക്കെ, നമ്മളെപ്പോഴും സിനിമകളുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ഒരു സീക്വൽ വരുന്നുണ്ട്. ബാഹുബലി 1, ബാഹുബലി 2. ബാഹുബലി 1ന്റെ റിസൾട്ടാണ് ബാഹുബലി 2 എന്ന അർത്ഥത്തോടു കൂടിയാണ് ആസ് എ റിസൾട്ട് എന്ന് പറയുന്ന അർത്ഥം വരുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കണം. അക്കിൻ ടു അഥവാ അനലോഗസ് ടു, സിമിലർ ടു, കോപ്പ് വിത്ത്, മാനേജ് വർക്ക്, ജംപ് അറ്റ്, ആക്സെപ്റ്റ് ഹാപ്പിലി, അപ്രൈസ് ഓഫ്, ഇൻഫോം, അക്കസ്റ്റംഡ് ടു, ബി യൂസ്ഡ് ടു, വൈൻഡ് അപ്പ്, ബ്രിങ് ടു ആൻ എൻഡ്, അലൈവ് ടു, അവെയർ ഓഫ്, സീക്വൽ ടു, ആസ് എ റിസൾട്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി പുട്ട് വെച്ചിട്ട് ഐസ്ക്രീം മാത്രമല്ല, പുട്ട് വെച്ചിട്ട് ചില ഫ്രേസൽ വെർബ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ പുട്ട് ഐസ്ക്രീം എന്ന് പറയുന്ന പോലെ ഒരു സമയത്ത് ട്രെൻഡിങ് ആയിരുന്നു, ഇപ്പോൾ ആർക്കും വേണ്ട, ചുമ്മാ കൊടുത്താലും. പുട്ടപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റേ ആണ്. ഓക്കെ, പുട്ടപ്പ് എന്നത് സ്റ്റേ ആണ്. പുട്ടപ്പ് വിത്ത് ടോളറൻസ്, അതായത് സഹിക്കുക, സഹനശക്തി എന്ന അർത്ഥത്തോട് നമുക്ക് ശ്രദ്ധിക്കാം. ഹി ഈസ് പുട്ടിങ് അപ്പ് അറ്റ് എ ഹോസ്റ്റൽ ദീസ് ഡേയ്സ്.
അപ്പോൾ പുട്ടപ്പ് എന്ന് പറയുന്ന വാക്കിന് അർത്ഥം തന്നെ സ്റ്റേ, താമസിക്കുക എന്നാണ്. ഇനി പുട്ട് അപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ ടോളറേറ്റ് ചെയ്യുക, സഹിക്കുക. ഫോർ ആൻ ഓണറബിൾ പേഴ്സൺ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു പുട്ട് അപ്പ് വിത്ത് ഹോട്ടി ബിഹേവിയർ ഓഫ് ദി ഡയറക്ടേഴ്സ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കുക എന്നാണ്, ടോളറേറ്റ് ചെയ്യുക എന്നാണ്. ഇനി പുട്ട് ഡൗൺ നേരത്തെ നമ്മൾ പഠിച്ചു. റൺ ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? റൺ ഡൗൺ. അവിടെ ഞാൻ പറഞ്ഞ കഥ നിങ്ങൾ ഓർക്കും. ഒരു അത്ലറ്റ് ഓടിക്കൊണ്ടിരിക്കുന്നു, വഴിക്ക് വെച്ച് അയാൾ വീണു. റൺ ഡൗൺ. കോച്ച് വന്ന് ക്രിട്ടിസൈസ് ചെയ്യുന്നു, വിമർശിക്കുന്നു. കാരണം അവൻ്റെ പുവർ ഹെൽത്ത്, അവൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിട്ട്. റൺ ഡൗൺ, ക്രിട്ടിസൈസ്, പുവർ ഹെൽത്ത് എന്ന് പറയും പോലെ പുട്ട് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുട്ട് ഡൗൺ യുവർ ഗൺ എന്ന് പറഞ്ഞ് സ്വാഭാവികമായിട്ടും അടിച്ചമർത്തുക, കീഴ്പ്പെടുത്തുക എന്ന അർത്ഥമാണ് അല്ലേ? അല്ലെങ്കിൽ ആ ഒരു കുറ്റവാളിയെ തൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നു, പുട്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ട്. വാളും ഓങ്ങി വെച്ചിരിക്കുന്നതിൻ്റെ നേരെ ഒരു ഗണ്ണ് നീട്ടി വെച്ചാൽ സ്വാഭാവികമായിട്ടും വാൾ താഴെ ഇടും. അപ്പോൾ ദ റൈറ്റ്സ് വെയർ പുട്ട് ഡൗൺ ബൈ ദി പോലീസ്. റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, കലാപങ്ങൾ, ഇപ്പോൾ മണിപ്പൂർ റൈറ്റ്സ്. ഓക്കെ. ഇനി പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോൺ. പോസ്റ്റ്പോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റിവയ്ക്കുക എന്നുള്ളതാണ്. ദ മീറ്റിംഗ് ഹാഡ് ടു ബി പുട്ട് ഓഫ് ബിക്കോസ് ദ പ്രസിഡന്റ് കുഡിന്റ് കം. ഇനി പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ ധരിക്കുക. അപ്പോൾ ഡ്രസ്സ് ധരിക്കുക എന്ന അർത്ഥമാണ് വെയർ. പ്രിട്ടൻഡ് എന്ന് പറയുന്നത് മറ്റൊരു ധരിക്കുക. ഇന്നൊരു വ്യക്തി എവൻ എന്നെ കൊണ്ടേ പോകത്തുള്ളൂ എന്നുള്ള ഒരു പ്രിട്ടൻഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു ധാരണ എന്ന അർത്ഥമാണ് പ്രിട്ടൻഡ് വരുന്നത്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു പുട്ട് ഓൺ ദ അപ്പിയറൻസ് ഓഫ് ഇന്നസെൻസ് ഫോർ എ ലോങ് ടൈം. അതായത് ഒരു നിഷ്കളങ്കനായിട്ട് കുറേ നാളൊന്നും അങ്ങനെ എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ മറ്റുള്ളവരെ ധരിപ്പിച്ച് നടക്കാൻ സാധിക്കില്ല എന്ന അർത്ഥമാണ് അവിടെ വരുന്നത്. ഓക്കെ. അപ്പോൾ പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ വെയർ, അതുപോലെ തന്നെ പ്രിട്ടൻഡ് എന്ന് പറയുന്ന ധരിക്കുക എന്ന അർത്ഥവും അവിടെ വരുന്നുണ്ട്. ഇനി പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ എക്സ്റ്റിങ്ക്യൂഷ്, അണയ്ക്കുക. ദ ഫയർ വാസ് പുട്ട് ഔട്ട് സഡൻലി. ഓക്കെ. സോ പുട്ട് അപ്പ് സ്റ്റേ, പുട്ട് അപ്പ് വിത്ത് ടോളറൻസ്, പുട്ട് ഓൺ കൺട്രോൾ അഥവാ സപ്രസ്, പുട്ട് ഓഫ് പോസ്റ്റ്പോൺ, പുട്ട് ഓൺ വെയർ അഥവാ പ്രിട്ടൻഡ്, പുട്ട് ഔട്ട് എക്സ്റ്റിങ്ക്യൂഷൻ. ഓക്കെ. ഇനി നമ്മൾ നോക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, കൊറോണയുടെ സമയത്തൊക്കെ ഒരുപാട് പേരുടെ ജീവിതത്തിൽ സംഭവിച്ച് പോയിട്ടുള്ള ഒരു കാര്യമാണ് ലേ ഓഫ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ വീട്ടിൽ ഒരാൾക്കെങ്കിലും, പ്രൈവറ്റ് ജോലി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരാൾക്കെങ്കിലും സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ലേ ഓഫ്. ദാറ്റ് മീൻസ് ഡിസ്മിസ് ടെമ്പററിലി. അതായത് ടെമ്പററിലി ഡിസ്മിസ് ചെയ്യുന്നു എന്നുള്ള അർത്ഥമാണ് ലേ ഓഫ്. അങ്ങനെ വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും അയാൾ ഒന്ന് ഒതുങ്ങും. പക്ഷേ ഒരാളെ ടെമ്പററിലി ഡിസ്മിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാളെ തിരിച്ചു വിളിക്കാവുന്ന കാര്യം വളരെ കുറവാണ്, ചാൻസസ് ആർ ലെസ് അല്ലേ? അപ്പോൾ ഞാൻ ആദ്യമേ ഇവിടെ എടുത്ത് പറയുന്നത് ലേ ഓഫ് എന്ന് പറയുന്ന ഒരു ഫ്രേസൽ വെർബാണ്. ദാറ്റ് മീൻസ് ടു ഡിസ്കണ്ടിന്യൂ വർക്ക് അഥവാ ഡിസ്മിസ് ടെമ്പററിലി. ദ വർക്കേഴ്സ് ഹാവ് ബീൻ ലേഡ് ഓഫ്. ലേ എന്നതിൻ്റെ പാസ്റ്റ് ലേഡ് ഓഫ് ഫോർ വാണ്ട് ഓഫ് റോ മെറ്റീരിയൽ. ഓക്കെ. ഇനി അതാണ് അർത്ഥം. ഇനി അടുത്തത് ലേ ബൈ എന്ന് പറഞ്ഞാൽ സേവ് മണി എന്നാണ്. വൈസർ മെൻ ആൾവേസ് ലേ ബൈ മണി ഫോർ ദെയർ ഓൾഡ് ഏജ്. ലേ ബൈ ദാറ്റ് മീൻസ് സേവ് മണി. ശ്രദ്ധിക്കുക, അത്യാവശ്യം വേണ്ട കാര്യമാണ്. ഇപ്പോൾ ഈ അപ്പൂപ്പന്മാരുടെ കയ്യിൽ അമ്മൂമ്മമാരുടെ കയ്യിലൊക്കെ കയ്യിലുണ്ടായിരുന്ന കാശും സ്വത്തുവകകളൊക്കെ മക്കൾക്കും അല്ല വാരിക്കോരി കൊടുത്തു കഴിഞ്ഞാൽ ആ വയസ്സാം കാലത്ത് ഒറ്റപ്പെട്ടു പോകും, ആർക്കും വേണ്ടാതായി പോകും. അതേസമയം സ്വത്തുക്കളും കാശും ഒക്കെ തൻ്റെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മക്കൾ എന്ത് ചെയ്യും? സിനിമകളിലൊക്കെ നമ്മൾ കാണുന്നില്ലേ, മക്കള് ഉത്സാഹിക്കും, അമ്മയെ കൊണ്ട് നമ്മളെ വീട്ടിൽ നിർത്താം, അല്ല അച്ഛനെ കൊണ്ട് നമ്മളെ വീട്ടിൽ നിർത്താം, ആരുടെ പേരിലാണ് സ്വത്തുള്ള അവരെ കൊണ്ട് നമ്മളെ വീട്ടിൽ നിർത്താം എന്നുള്ള രീതിയിൽ ആ അർത്ഥം ഇവിടെ വന്നാൽ മതി. ലേ ബൈ സേവ് മണി, സിനിമകളിലൊക്കെ കാണുന്ന ആ സെയിം സാധനം. ഇനി ലേ ഡൗൺ എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ് എ റൂൾ അഥവാ സാക്രിഫൈസ് ചെയ്യുക അല്ലെങ്കിൽ സറണ്ടർ ചെയ്യുക എന്ന അർത്ഥം വരുന്നുണ്ട്. നമുക്ക് നോക്കാം ഇവിടുത്തെ അർത്ഥം എന്താ വരുന്നതെന്ന്. ദ കണ്ടീഷൻസ് ലേ ഡൗൺ ബൈ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് വെയർ വയലേറ്റഡ് ബൈ ദി നഴ്സിംഗ് ഹോം. അപ്പോൾ ലേ ഡൗൺ എന്ന് പറയുന്ന ഇവിടുത്തെ അർത്ഥം യൂസ് ചെയ്യുന്നത് എസ്റ്റാബ്ലിഷ് സംതിങ്, എന്താണ് കണ്ടീഷൻസ് ആണ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ആര്? ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത്. പിന്നെ അതുപോലെ തന്നെ ലേ ഡൗണിന്റെ മറ്റർത്ഥം വരുന്നുണ്ട് സാക്രിഫൈസ് ചെയ്യുക, അതുപോലെ തന്നെ സറണ്ടർ ചെയ്യുക എന്നുള്ള അർത്ഥവും വരുന്നുണ്ട്. ഇനി ലേ ഔട്ട് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും സിവിൽ എഞ്ചിനീയർ ആണ് ഞാൻ, അപ്പോൾ എനിക്കറിയാം ലേ ഔട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞാൽ പ്ലാൻ ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പ്ലാൻ വരെയും മറ്റുമൊക്കെയാണ് ലേ ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ. സോ ഒന്നുകൂടി ലേ ബൈ സേവ് മണി, ലേ ഡൗൺ എസ്റ്റാബ്ലിഷ് എ റൂൾ അഥവാ സാക്രിഫൈസ്, സറണ്ടർ അല്ലെങ്കിൽ സറണ്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. ഇനി ലേ ഓഫ് എന്ന് പറഞ്ഞാൽ ടു ഡിസ്കണ്ടിന്യൂ വർക്ക് അഥവാ ഡിസ്മിസ് ടെമ്പററി. ഏറ്റവും കൂടുതൽ തവണ ചോദിക്കുന്നതും ലേ ഓഫ് തന്നെയാണ്. ലേ ഔട്ട് എന്ന് പറഞ്ഞാൽ പ്ലാൻ ബിൽഡിംഗ് ആണ്. എ നമ്പർ ഓഫ് ഗാർഡൻസ് വെയർ ലേഡ് ഔട്ട് ബൈ മുഗൾസ്. പരീക്ഷാ ചോദ്യങ്ങളാണ് കേട്ടോ അതൊക്കെ. ഇനി ഡിസ്കസ്ഡ്.
ഡിസ്കസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം എന്ന് പറഞ്ഞാൽ അറപ്പ് അഥവാ വെറുപ്പ്. അതായത് നമുക്ക് ഒരാൾ നമ്മളെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യാണ്, ആ ആളുടെ പേര് നമ്മൾ പറയുകയാണെങ്കിൽ ഡിസ്കസ്ഡ് വിത്ത് അരുൺ, ഡിസ്കസ്ഡ് വിത്ത് എ പേഴ്സൺ. ഒരാളുടെ ആക്ട്, ചിലവന്മാരെ ചളി നമ്മൾ കേൾക്കാറില്ലേ, അവന് സ്വയം കോമഡിയാണെന്ന് മറ്റുള്ളവർ കരുതിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചളി. ചിലതിലൊക്കെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ വേണ്ടി വരുന്ന ചളികളായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ചളി കേൾക്കുമ്പോൾ നമ്മൾ അവൻ്റെ ചളി, ഡിസ്കസ്ഡ് അറ്റ് ഹിസ് ചളീസ് അഥവാ ജോക്സ്. അപ്പോൾ ഡിസ്കസ്ഡ് അറ്റ് ആൻ ആക്ട്. അപ്പോൾ ഇവിടെ നോക്കിയേ, എവരി വൺ ഫെൽറ്റ് ഡിസ്കസ്ഡ് ഡാഷ് ഹിസ് ജോക്സ്. ഇവിടെ ശ്രദ്ധിക്കണം, ഡാഷിന് ശേഷം ഹിമ്മെന്നോ പേരോ ഒക്കെ വന്നിരുന്നുവെങ്കിൽ ഓക്കെ. ഞാൻ പറഞ്ഞു ഹിം, ഹെർ, യു ഇതൊക്കെ പ്രൊനൗൺസ് ആണ്, നാമത്തിന് പകരം. അരുൺ എന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന അരുണിനെ നമ്മൾ കണ്ട് യൂസ് ചെയ്യുന്ന അരുണിന് പകരമായിട്ട്, അരുൺ എന്ന പേരിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന പ്രൊനൗൺ ആണ് ഹിം എന്ന് പറയുന്നത്. അപ്പോൾ ഡാഷിന് ശേഷം അരുണെന്നോ ഹിമ്മെന്നോ വന്നിരുന്നെങ്കിൽ വിത്ത് യൂസ് ചെയ്യാമായിരുന്നു. എന്നാൽ ഡാഷിന് ശേഷം വന്നിരിക്കുന്നത് ഒരു വ്യക്തിയുടെ ആക്ട്, പ്രവൃത്തിയാണ്. എന്താണ്? ഹിസ് ജോക്സ് എന്നുള്ളതാണ്, ഹിസ് ജോക്സ് എന്നുള്ളതാണ്. ഓർ ഹിസ് ആക്ഷൻസ് ആണ് വന്നതെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? എവരി വൺ ഫെൽറ്റ് ഡിസ്കസ്ഡ് അറ്റ് ഹിസ് ജോക്സ് എന്നുള്ളത് കയറി വരും. ഓക്കെ, ഇനി ജഡ്ജ് ഓഫ് എന്ന് പറഞ്ഞാൽ ഇത് ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചതാണ്. ജഡ്ജ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഫ് ഉള്ളൂ കേട്ടോ, 2 എഫ് അല്ല. ജഡ്ജ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിവ് ഒപ്പീനിയൻ. ഇനി ജഡ്ജ് ബൈ എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ബൈ എന്നുള്ളതാണ്. അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ ആണ് ആരെങ്കിലും പങ്കുവയ്ക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ജഡ്ജ് ഓഫ് കൊടുക്കുന്നു. എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ ആണ് പങ്കുവയ്ക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ജഡ്ജ് ഓഫ് കൊടുക്കുന്നു. എന്തെങ്കിലും ഒരു പരീക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരാളെ നമ്മൾ എന്താ പറയുക, എന്തെങ്കിലും കാര്യമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷിക്കുകയാണ്. ഒരാളെ കുറിച്ച് നമ്മൾ അവൻ്റെ ഇന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ അവനെ ജഡ്ജ് ചെയ്യാണ്. ലൈക്ക് അവൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അവൻ്റെ എക്സ്പീരിയൻസ്, അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്യുമ്പോൾ ജഡ്ജ് ബൈ എന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാം, ചോദ്യം നോക്കിയേ. ഹി വാസ് ജഡ്ജ്ഡ് ഡാഷ് ഹിസ് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ. സോ അവനെ ജഡ്ജ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് അവൻ്റെ പ്രീവിയസ് ക്വാളിഫിക്കേഷൻ വെച്ചിട്ടായിരിക്കും. അപ്പോൾ അവിടെ യൂസ് ചെയ്യേണ്ടത് ജഡ്ജ്ഡ് ബൈ ആണ്. ഇനി ഡോണ്ട് ജഡ്ജ് ഡാഷ് തിങ്സ് ബൈ ദയർ ഔട്ട്വേർഡ് അപ്പിയറൻസ്. ഇതൊരു എന്താണ്? ഇതൊരു ഒപ്പീനിയൻ അല്ലേ? പുറമോടി വെച്ചിട്ട് ആരെയും നിങ്ങൾ ജഡ്ജ് ചെയ്യരുതേ എന്നൊക്കെ, അതായത് ഉള്ളാണ് വലുത് എന്ന് വെച്ചിട്ടാണ് എല്ലാവരും പറയുന്നത്. ഉള്ള നിങ്ങൾ മനസ്സാണ് കാണേണ്ടത്, നിങ്ങൾ ശരീര സൗന്ദര്യമല്ല എന്ന് പറയുന്നവൻ ഐശ്വര്യ പോലെ പെണ്ണിനെ കിട്ടിയാൽ മാത്രമേ കല്യാണം കഴിക്കത്തുള്ളൂ. അത് മറ്റൊരു സത്യം. ഈ പറയുന്നവന്മാരൊക്കെയാണ് ഏറ്റവും വലിയ ഉടായിപ്പ്. പറയാതെ ചെയ്യുന്നവർ സ്വാഭാവികമായിട്ടും എല്ലാവരെയും പോലെ മീഡിയം യൂഷ്വലായിട്ട് ചിന്തിച്ച് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഡോണ്ട് ജഡ്ജ് ഡാഷ് തിങ്സ് ബൈ ദ ഔട്ട്വേർഡ് അപ്പിയറൻസ് എന്ന് പറയുമ്പോൾ ഡോണ്ട് ജഡ്ജ് ഓഫ് ആണ്. അവിടെ ഒരു ഒപ്പീനിയൻ ആണ് അവിടെ നൽകിയിരിക്കുന്നത്. ഓക്കെ, ഡാഷിന് ശേഷം എന്ത്? ഡാഷിന് ശേഷം ഒരു വ്യക്തിയുടെ പേരോ അല്ലെങ്കിൽ ശ്രദ്ധിക്കണം, ഡാഷ് എ പേഴ്സൺ അല്ലെങ്കിൽ ആ പേഴ്സണുമായി ബന്ധപ്പെട്ട പ്രൊനൗൺ ആണ് വരുന്നോ എന്നുള്ളത് നോക്കണം. അപ്പോൾ ഡിസ്കസ്ഡ് വിത്ത് എ പേഴ്സൺ. ഇനി ഹിസ് ആക്ട്സ്, ഹിസ് ജോക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ ആക്റ്റുകളാണ്, ഒരു വ്യക്തിയുടെ പ്രവൃത്തികളാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ വരുമ്പോൾ ഡിസ്കസ്ഡ് അറ്റ് യൂസ് ചെയ്യുക. ജഡ്ജ് ഓഫ് ഗിവ് ഒപ്പീനിയൻ, ജഡ്ജ് ബൈ ടെസ്റ്റ് ബൈ. ഇനി നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ലേറ്റസ്റ്റ് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചില പ്രധാനപ്പെട്ട സ്പെല്ലിംഗ് ചെക്കുകളാണ്. നമുക്കറിയാം, രക്തസാക്ഷികൾ സിന്ദാബാദ്. രക്തസാക്ഷി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറയുന്ന മാട്ടെ, അതായത് മാട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ പ്രൊനൗൺസ് ചെയ്യേണ്ട, ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്ന രീതിയിലൊന്നും നമ്മൾ ചെയ്യേണ്ട. ഞാനൊരു പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഇവിടെ യഥാർത്ഥത്തിൽ പ്രൊനൗൺസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മാർട്ടിർ എന്ന് തന്നെയാണ്. മാർട്ടിർ എന്ന് നമ്മൾ പറയാറുണ്ട്, മാർട്ടിർ ഡം, രക്തസാക്ഷിത്വം എന്ന് നമ്മൾ പറയാറുണ്ട്. മാർട്ടിർ അവിടെ TYR ആണ്. ഇനി ഇതെന്താണ്? ഇഡിയോസിൻക്രസി. ഇഡിയോസിൻക്രസി അതായത് ഇവിടെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഇഡിയോ, ഇങ്ങനെ തന്നെ നമ്മൾ പഠിക്കുക. ഇഡിയോ വലിയ രീതിയിൽ തെറ്റത്തില്ല, പക്ഷെ അവസാനത്തെ ഇത് CY ആണോ SY ആണോ എന്നുള്ള കാര്യമാണ് നമ്മുടെ മനസ്സിലേക്ക്
കയറി വരുന്നത് അല്ലേ. അപ്പോൾ ഇഡിയോസിൻക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം CY ആണോ SY ആണോ എന്നുള്ള ഒരു സംശയം നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ അവിടെ ഞാൻ നിങ്ങളെ അത് ബോധിപ്പിക്കാനാണ് എസ് കൊടുത്തിരിക്കുന്നത്, CY അല്ല. ഓക്കെ, ഇനി മുസ്റ്റാഷിൻ്റെ അവിടെ നമ്മൾ ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത് മുസ്റ്റാഷ് എന്നാണ്. ആണുങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ മേൽമീശയാണ് മുസ്റ്റാഷ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ പക്ഷെ നമ്മൾ അങ്ങനെ പറഞ്ഞാൽ ശരിയാവത്തില്ല, ബിക്കോസ് നമുക്ക് ഉത്തരം കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? US ടാഷ്, US ടാഷ്. നമ്മൾ മൗസ് എന്ന് പറയുന്ന സംഗതി പറഞ്ഞാൽ നമുക്ക് തെറ്റും. കാരണം എന്താണ്, മൗസിൽ ഈ പറയുന്ന മൗസിൻ്റെ MOUS വരെ ശരിയാണ്, നമുക്ക് വേണ്ട. അപ്പോൾ ഞാൻ പറയുന്നത് US ടാഷ് എന്തായാലും തെറ്റത്തില്ല, TACH. ഇനിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഫുൾ പ്ലസ് ഫിൽ, സ്കിൽ പ്ലസ് ഫുൾ. ഫുള്ളിനെയും ഫില്ലിനെയും കൂടെ ചേർക്കുമ്പോൾ രണ്ടിൽ നിന്നും ഒരു L അങ്ങ് വിട്ടുപോകും. അതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. ഫുൾ ഫിൽ. സ്കില്ലും ഫുള്ളും ചേർക്കുമ്പോൾ രണ്ടിൽ നിന്നും ഒരു L അങ്ങ് വിട്ടുപോകും. സ്കിൽ ഫുൾ. ഓക്കെ, അത് ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ ഉത്തരം കിട്ടും. ഓക്കെ അല്ലേ? ശരി. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ട കാര്യമാണ് എറ്റിക്കറ്റ് എന്നാണ് നമ്മൾ ഇതിന് പ്രൊനൗൺസ് ചെയ്യുന്നെങ്കിലും നിങ്ങൾ അത് യൂസ് ചെയ്യണം. നമ്മൾ സാധാരണ നെറ്റിക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അതായത് നെറ്റിൽ ഒരു വ്യക്തി പുലർത്തേണ്ട മര്യാദ, ഡീസൻസി, അതാണ് നെറ്റിക്കറ്റ് എന്ന് പറയുന്നത്. എറ്റിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഒരു ബിഹേവിയർ, ഒരു പ്രകൃതം, അതിനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതിനെയാണ് അവിടെ അർത്ഥം വെച്ചിരിക്കുന്നത്. അവിടെ നമ്മൾ പക്ഷെ ആ ഒരു പ്രൊനൗൺസിയേഷൻ കൊടുക്കണ്ട. എറ്റിക്വെറ്റെ, ഇവിടെ ശ്രദ്ധിക്കണം, എറ്റിക്വെറ്റെ. ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ആ ഈ രീതിയിൽ തന്നെ QUE വരുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 2 T ഉണ്ട് എന്നുള്ളതാണ്. 2 T. എറ്റിക്വെറ്റെ 2 T ഉണ്ട്. ഇനി Q സിമ്പിളായിട്ട് എഴുതാം, QUE. ഓക്കെ, സിമ്പിളായിട്ട് എഴുതാം. ആ UE ഒന്ന് ശ്രദ്ധിച്ചോളാം കേട്ടോ, രണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇനി കൊനോസ പ്രൊനൗൺസിയേഷൻ, പക്ഷെ ഇങ്ങനെ നിങ്ങൾ പ്രൊനൗൺസ് ചെയ്യണ്ട. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതെന്താണെന്ന് അറിയാമോ? എക്സ്പേർട്ട് എന്ന ഒരു വിദഗ്ധൻ, എന്തെങ്കിലും ഒരു കാര്യത്തിൽ വിദഗ്ധൻ, ഫോർ എക്സാമ്പിൾ കുക്കിംഗ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ എക്സ്പേർട്ടിനെ നമ്മൾ പറയുന്നതാണ് കൊനോസ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് കൊന്നോ ഈസ് യുവർ എന്ന് തന്നെ നമ്മൾ പഠിക്കണം. ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് തെറ്റും എന്ന് ഉറപ്പുള്ള ഒരു സ്പെൽ ചെക്കാണ് കൊനോസ, അഥവാ കൊന്നോ ഈസ് യുവർ എന്നുള്ള രീതിയിൽ തന്നെ നമ്മളിവിടെ ശ്രദ്ധിക്കണം. കൊനോഷറിൽ എപ്പോഴും തെറ്റ് ചോദ്യകർത്താവ് ചെക്ക് ചെയ്യുന്നത് ഈസും സെയിലും ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കണം. സോ ദാറ്റ്സ് ഓൾ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്തൊരു സെഷനിൽ വീണ്ടും കാണാം. നന്ദി.